വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇന്ന് ദ എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ബി നിലവറയെക്കുറിച്ച്. ബി നിലവറയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മെല്ലാം കുറച്ചു കാലം മുമ്പ് കേട്ട് മറന്നതായിരിക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബി നിലവറയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു. കാരണം ഇതാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ബി നിലവറ തുറക്കുന്നതിൽ ഒരു ചർച്ചയും കഴിഞ്ഞ യോഗത്തിൽ നടന്നിട്ടില്ല എന്നും സർക്കാർ പ്രതിനിധിയും ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 2011 ബി നിലവറ തുറക്കാൻ പോയപ്പോൾ ജസ്റ്റിസ് രാജൻ സാറിന്റെ കാലിൽ ഇരുമ്പ് വീണിരുന്നു. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഇങ്ങനെയായിരുന്നു അത്രേ. തിരുവിതാംകൂർ രാജകുടുംബവും ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ ഇങ്ങനെയാണ് പറയുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായെന്നാണ് വാർത്ത വന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നും ഇന്നലെ നടന്ന യോഗത്തിൽ യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു. സംസ്ഥാന സർക്കാർ പ്രതിനിധിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടതെന്നും പ്രചരിച്ചു. എന്നാൽ കഴിഞ്ഞ യോഗത്തിൽ ബി നിലവറ തുറക്കുന്ന കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗവും ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ. സർക്കാർ പ്രതിനിധി യോഗത്തിൽ ബി നിലവറ തുറക്കുന്നതിൽ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതെന്ന് അറിയില്ല. ബി നിലവറ തുറക്കേണ്ട എന്നുള്ള നിലപാട് കൊട്ടാരം മുമ്പേ തീരുമാനിച്ചതാണ്. ദേവപ്രശ്നം വെച്ചപ്പോഴും തന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതുതന്നെയാണ്. കഴിഞ്ഞ യോഗത്തിൽ തന്ത്രി പങ്കെടുത്തിരുന്നില്ല. ക്ഷേത്രത്തിൽ എന്തു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിലും അതിൽ അന്തിമ തീരുമാനം തന്ത്രിയുടേതാണ്. തന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗം കൂടി നടക്കാനുണ്ട്. അതിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നിലവറ തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ആദിത്യവർമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. ക്ഷേത്രത്തിൽ നിലവറകൾ ഉണ്ടെന്ന കാര്യം കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. 2011 ബി നിലവറ തുറക്കാൻ പോയപ്പോൾ ജസ്റ്റിസ് രാജൻ സാറിന്റെ കാലിൽ ഇരുമ്പ് വീണിരുന്നു. തുടർന്ന് ദേവപ്രശ്നം വയ്ക്കുകയും പ്രശ്നത്തിൽ ഈ നിലവറ തുറക്കേണ്ട എന്നുമാണ് കണ്ടത്. ബി നിലവറ ഞാൻ തുറന്നു കണ്ടിട്ടില്ല. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രഹസ്യമുറികളുണ്ട്. അതുപോലെ ഒന്നായിരിക്കാം ബി നിലവറ. ആദിത്യവർമ്മ ഇങ്ങനെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. രഹസ്യങ്ങളുടെ ബി നിലവറ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ബി നിലവറയെ കുറിച്ചുള്ളത് നിരവധി അത്ഭുത കഥകളാണ്. ചാക്കു നിറയെ സ്വർണ്ണമണികൾ, സ്വർണ്ണക്കയർ, വിഗ്രഹങ്ങൾ, കിരീടങ്ങൾ, മറ്റു സ്വർണ്ണാഭരണങ്ങൾ, ഇങ്ങനെ അമൂല്യമായ വസ്തുക്കളാണ് ക്ഷേത്രത്തിലെ ബി നിലവറയിലുള്ളത് എന്നാണ് കഥകൾ. അങ്ങനെയാണ് പറഞ്ഞു കേട്ടതും. ക്ഷേത്രത്തിൽ 6 നിലവറകളാണുള്ളത്. ഇതിൽ എ നിലവറ തുറന്നപ്പോഴാണ് പരിശോധകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് 90,000 കോടിക്ക് പുറത്ത് വിലമതിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും കണ്ടെടുത്തത്. തുറക്കാത്ത ബി നിലവറയിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമായിരിക്കുകയാണ്. രഹസ്യ നിലവറയായി കരുതുന്ന ബി നിലവറ തുറക്കണോ എന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. എ നിലവറയിലുള്ളതിനേക്കാൾ സ്വത്തുക്കൾ ബി നിലവറയിലുണ്ടെന്നാണ് കരുതുന്നതും. 14-ാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറയുണ്ടായിരുന്നു എന്നാണ് മതിലകം രേഖകളിൽ പറയുന്നത്. 2011 ജൂലൈ മാസത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം എ നിലവറ തുറന്നത്. മനുഷ്യനെ അമ്പരിപ്പിക്കുന്ന നിധിശേഖരവും രഹസ്യ അറകളുമാണ് കണ്ടെത്തിയതും. ഏത് സംഖ്യ കൊണ്ട് നിധിശേഖരത്തിലെ സ്വത്തുക്കൾ കണക്കുകൂട്ടുമെന്ന അമ്പരപ്പിലായിരുന്നു പരിശോധനാ സംഘം അന്ന്. ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, രത്നം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ, സ്വർണ്ണക്കയർ, സ്വർണ്ണക്കട്ടികൾ, സ്വർണ്ണ വിഗ്രഹം, സ്വർണ്ണക്കിരീടം, ഒരു ചാക്ക് നിറയെ നെൽമണിയുടെ വലുപ്പത്തിൽ സ്വർണ്ണമണികൾ, സ്വർണ്ണ ദണ്ടുക്കൾ, ചാക്ക് നിറയെ രത്നങ്ങൾ, കഥകളിൽ കേട്ടതുപോലെയുള്ള നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ അന്ന് തെളിഞ്ഞതും അവർ അത്ഭുതപ്പെട്ടതും. എ നിലവറയുടെ പ്രവേശന കവാടം തുറന്ന് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കാര്യമായി എന്തെങ്കിലും ഉണ്ടാകുമെന്നതിന്റെ സൂചനയൊന്നുമില്ലായിരുന്നു. പരിശോധനാ സംഘം ഇറങ്ങിയപ്പോൾ ആദ്യം പൊടിപിടിച്ച് കറുത്ത നിലം മാത്രമാണ് കണ്ടത്. വായു സഞ്ചാരമില്ലാത്തതിനാൽ ഫയർഫോഴ്സ് അറയിലേക്ക് വായു പമ്പ് ചെയ്തുകൊണ്ട് പ്രവേശന കവാടം തുറന്നു. ചെല്ലുന്നത് വിശാലമായ ഒരു മുറിയിലേക്കാണ്. അവിടെ നിലത്ത് വലിയ കരിങ്കല്ലുകളാണ് പാകിയിരുന്നത്. കനത്ത കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴേക്ക് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന പടികൾ കാണപ്പെട്ടു. ഇത് ഇറങ്ങിച്ചെല്ലുന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന അറയിലേക്കാണ്. ഇവിടെ സേഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത്. എന്തൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കാം അത്. ഏവരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അന്ന് ആ നിലവറ തുറന്നപ്പോൾ കണ്ടത് ഈ പറഞ്ഞ 90,000 കോടി രൂപയോളം വില വരുന്ന സ്വത്തുക്കളാണ്. അറയിൽ വേറെയും ഗുഹാമുഖമുണ്ടെന്ന സംശയം ഉയർന്നതിനെ തുടർന്ന് 4 പേരടങ്ങിയ എഞ്ചിനീയർമാരുടെ സംഘം വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അറയ്ക്കകത്ത് വായു സഞ്ചാരമില്ലായിരുന്നു. താഴെ ഇറങ്ങുന്നവർക്ക് അല്പസമയം മാത്രമേ അകത്ത് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ തിരികെ കയറേണ്ടി വന്നു. 2000-ഓളം ചരപൊളി സ്വർണ്ണമാലകൾ അറയിൽ നിന്ന് കണ്ടെടുത്തു. പിറന്നാൾ പോലുള്ള വിശേഷാവസരങ്ങളിൽ കൊട്ടാരത്തിലുള്ളവരും മറ്റും ശ്രീപത്മനാഭന് കാണിക്കയായി സമർപ്പിച്ചവയായിരിക്കണം ചരപ്പൊളി മാല എന്നാണ് കരുതുന്നത്. ഒരു ചാക്ക് നിറയെ ബൽജിയം രത്നങ്ങളും അന്ന് കണ്ടെടുത്തത് വാർത്തയിലുണ്ടായിരുന്നു. 2000-ഓളം മാലകളിൽ 4 2.2 കിലോ തൂക്കം വരുന്ന ചരപ്പൊളി മാലകളാണ്.
ഇവയ്ക്ക് 18 അടി നീളമുണ്ടെന്നാണ് പുറത്തുവന്ന അന്നത്തെ വാർത്തകൾ. ഏറെ അത്ഭുതപ്പെടുത്തിയ വാർത്തകൾ. 12 ഇഴകളായി നിർമ്മിച്ച മാലയാണിത്. ഇതിന്റെ ലോക്കറ്റുകളിൽ കോടികൾ വില വരുന്ന മാണിക്യ മരതകരത്നങ്ങളാണ്. ഒരു ലോക്കറ്റിൽ 997 വൈരക്കല്ലുകൾ, 19.5 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ, അതായത് രാശിപ്പണം എന്നാണ് പറയുന്നത്. ആ രാശിപ്പണമാണ് അന്ന് കണ്ടെത്തിയത്. സ്വർണം പൊതിഞ്ഞ 14,000 അർക്കപുഷ്പങ്ങൾ. നിലവറയിൽ കണ്ടെത്തിയ വസ്തുക്കളെ കുറിച്ച് സുപ്രീം കോടതി വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയെന്നും നിലവറ തുറക്കുന്നവർ മരിക്കുമെന്നും വിവിധ കഥകളുണ്ട്. ഈ നിലവറ തുറന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് കഴിഞ്ഞില്ല. ബി നിലവറ 1990-ലും 2002-ലുമായി 7 തവണ തുറന്നിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ടും നൽകിയതാണ്. എന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ എന്ന് തിരുവിതാംകൂർ രാജകുടുംബം അന്ന് പറഞ്ഞതുമാണ്. അറ തുറന്നിട്ടില്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ അറയ്ക്കപ്പുറം ഒരു വാതിലുണ്ട്. അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലുള്ളതാണ്. ആ വാതിൽ ഇതുവരെയും തുറന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അങ്ങനെയാണ് രാജകുടുംബത്തിലുള്ളവർ അന്ന് പറഞ്ഞത്. ബി നിലവറയിലെ രഹസ്യങ്ങളായിരുന്നു നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. നിലവറയിൽ നിന്ന് ലഭിച്ച അത്ഭുതങ്ങളുടെ മഹാനിധി ശേഖരത്തെക്കുറിച്ചും ഈ വീഡിയോ ചർച്ച ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.